ഹലോ ഗൈസ്, വി ഗെയിംസിൻ്റെ ഇന്നലെ നമ്മൾ കളിച്ച ദ കെ സ്റ്റൈലിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞിരുന്ന ഒരു വെൽസിറാപ്റ്ററിനെ നമ്മൾ എടുത്തിരിക്കുന്നത്. അവൻ്റെ സൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇത് അറ്റാക്കിംഗ് സൗണ്ട്, ഇത് കോളിംഗ് സൗണ്ട്. അയ്യോ, ഇടയ്ക്ക് സെർവർ റീസ്റ്റാർട്ടായി. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ ഈ ഡിനോസറിനെ എടുക്കാറാണ്. അപ്പോൾ ഇവനെ എടുത്തിട്ട് നമുക്കിന്ന് കളിക്കാം. ഓക്കെ, നമ്മൾ സർവറിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതോ സർവറിലോട്ടാണ് എത്തിക്കുന്നത്. ഇവിടെ ആരാണ്ടൊക്കെ കൊന്നിട്ടിരിക്കുന്നു. ഏതാ കോയില ഫിസിക്സ് എന്ന് പറയുന്ന ടൈപ്പ് നമ്മൾ ഇന്നാളെ ഇട്ട സ്പീഡുള്ള ഡിനോസറാണ്. നമ്മളിപ്പോൾ വളരെ ചെറുതാണ്, കണ്ടോ. നമ്മൾ ഹാച്ച്ലിംഗ് സ്റ്റേജാണ് വെച്ചാൽ തീരെ കുഞ്ഞ്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കൂടുതൽ ആൾക്കാരുണ്ട്. നമ്മുടെ പവർ കൂടുവാനാണ് എനിക്കത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. നമുക്കിപ്പോൾ പോകേണ്ട എങ്ങോട്ടാണെന്ന് വെച്ചാൽ J2 അല്ല, നേരെ ഒരു സ്ഥലത്തോട്ട് പോവാം. J1. ഇതിന് നമ്മുടെ കിഴക്ക് സ്പീഡ് കുറഞ്ഞോന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ നേരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ്റെ അറ്റാക്കിംഗ് എന്ന് വെച്ചാൽ അത് അറ്റാക്ക് ഞാൻ കാണിച്ചു തരാം. പുല്ലുള്ള ഏരിയ ഇത്തിരി കഴിയട്ടെ. പുല്ലാണെങ്കിൽ നിങ്ങൾ ശരിക്കും കാണത്തില്ല. ഇവൻ്റെ അറ്റാക്കിങ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് അറ്റാക്ക് ഇപ്പം കാണിക്കുകയാണ്. ഇത് ഫസ്റ്റ് അറ്റാക്ക്, ഇത് സെക്കൻഡ് അറ്റാക്ക്. ഇവൻ്റെ ചാട്ടവും ഇങ്ങനെ തന്നെ, നല്ല ചാട്ടവുമാണ്. ഓക്കെ, ഇവിടെ നല്ല ഏരിയയാണ്. പക്ഷെ ഒരു ഡിനോസറസിനെ ഒന്നും കാണാനില്ല. നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഏരിയയിലൊന്നുമില്ല. നമുക്കിങ്ങനെ കടന്ന് പോവാം. ഇവൻ്റെ സ്റ്റാമിന ഇച്ചിരി നേരം നിൽക്കും. അധികം പെട്ടെന്ന് പോകത്തുമില്ല, എന്നാൽ ചെറുതായിട്ട് പോവുകയും ചെയ്യും. ഇവിടെ നിയറായിട്ടൊരു ഡിനോസറിനെ കാണാൻ നമുക്കിവിടെ ശബ്ദം ചെക്ക് ചെയ്യാം. ഇത് അറ്റാക്കിംഗ് സൗണ്ട്, ഇത് കോളിംഗ് സൗണ്ട്, ഇത് ഫ്രണ്ട്ലി സൗണ്ട്. ഓക്കെ, നമുക്കിനിയും നേരെ പോവാം. നമ്മുടെ സ്റ്റാമിന ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പോകേണ്ടതെന്ന് വെച്ചാൽ H4 പോവാം. റിവർ ക്രോസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത് അങ്ങനെ ഡിനോസറിനെ ഒന്നും കാണാനില്ല, അതുകൊണ്ട് നമ്മുടെ നല്ലതാണത്. അടുത്ത് ഡിനോസേഴ്സ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാണ്. കാരണം നമ്മളിപ്പോൾ വളരെ ലിറ്റിലാണ്, എന്നുവെച്ചാൽ ചെറുതാണ്. ഓ നോ, റിവർ ക്രോസ് ചെയ്യേണ്ട വന്നു. നമുക്കിപ്പം റിവർ ക്രോസ് ചെയ്ത് പെട്ടെന്ന് എത്തും, അല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് റിവർ ക്രോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വെള്ളം ഫസ്റ്റ് കുറവായിരുന്നു, ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഏരിയയിലോട്ട് നമുക്ക് ചെല്ലാം. H4 നല്ല ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ഈ ഗെയിമിന് അപ്ഡേറ്റ് ആയപ്പം നല്ല ഗ്രാഫിക്സ് ഒക്കെ. ആ മൂണ് കണ്ടോ, ആ മലയുടെ പുറകിൽ, മലയല്ല അത് കുന്ന. ഓക്കെ, നമ്മൾ കര അടുക്കാറാകുന്നു. നമ്മളടുത്ത് ഫ്രണ്ട്സൊന്നുമില്ല നമ്മുടെ കൊണ്ട്. നമുക്ക് അവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കാൻ. നമ്മുടെ സ്റ്റാമിന കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്നു. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന X റെക്കോർഡറിലാണ്. ഓക്കെ, നമ്മൾ ഈ ബേർഡിനെ എടുക്കാൻ കാരണം, ബേർഡും പോട്ടെ, ബേർഡെന്ന് പറയാൻ പറ്റുന്ന ഡിനോസർ, ഇതിനെ എടുക്കാൻ ഒരേ ഒരു മെയിൻ കാര്യമാണ്. കാരണം ഇവന് നല്ല ഹെൽത്ത് ഉണ്ട്, അത്യാവശ്യം സ്പീഡ് ഉള്ളവനായതുകൊണ്ടാണ്. ഓ നോ, നമുക്കൊന്ന് റെസ്റ്റ് അത്യാവശ്യമാണ്. നോ സ്റ്റാമിന തീർന്നു പോയി. അടുത്ത ഫൈറ്റ്സ് ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാമിന ഫുള്ളാക്കിയിട്ടുണ്ട്. ഇവൻ്റെ സ്റ്റാമിന പതുക്കെ ഫുള്ളാകത്തുള്ളൂ. ഓക്കെ, നമുക്കിനിയും ഇവനെ അങ്ങോട്ട് ഓടിക്കാം. ഓക്കെ, ഇവൻ നടന്നാൽ ഇത്ര സ്പീഡുള്ളൂ, പക്ഷെ ഓടുമ്പോൾ ഒരു മാതിരി സ്പീഡുണ്ട്. ഓക്കെ, നമുക്ക് നേരെ പോവാം. അവിടെ ഫൈറ്റ്സ് എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, വെറുതെ വന്നതാണെന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം.
ഓ ഇവിടെ ഫൈറ്റ്സ് ഉണ്ട്. ഓ നല്ല ഫൈറ്റ്സാ ഈ ഏരിയയിൽ. ഇവിടെ ഫൈറ്റ്സ് ഉണ്ട്. 2 തെറി നിൽപ്പുണ്ട്, തെറിജീനോസോറസ്. ഇവിടെ ട്രിസെറട്ടോപ്സ് ഉണ്ട്. ഓക്കെ ഇവിടെ നമ്മുടെ ശത്രുവുണ്ട്, ഡൈനോനൈറ്റസ്. മെയിൻ കാര്യക്കാരൻ ഇവരാണ്, മെയിൻ കാര്യക്കാരൻ. അവനെ നമുക്കൊന്ന് ശരിയാക്കണം. ഇവിടെ ഫുൾ അടിയാണ്. നമുക്ക് ഇടയ്ക്കൊരു പണി കിട്ടി. ഏതൊരു സ്റ്റെഗോസോറസ് കെൻഡോസോറസ് വന്ന് നമ്മളെ ഒന്ന് ഹിറ്റ് ചെയ്തു. അപ്പം നമുക്കത് കുഞ്ഞാട്ടിൽ നല്ലപോലെ പണി തന്നു. ഓക്കെ നമുക്കിനി ഇവിടെ റെസ്റ്റ് എടുക്കാൻ. ആ സമയത്ത് വല്ലതും വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നമ്മളപ്പം ചാവും. നമ്മുടെ ഗ്രോത്ത് സ്റ്റേജ് ഇപ്പോൾ 2nd സ്റ്റേജായി ഗ്രോത്ത്. ഇവൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ അടുത്ത് വേറെ 2 പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പവർഫുൾ ആയിരിക്കും നമ്മൾ. ഓക്കെ ഇവിടെ കട്ട ഫൈറ്റാണ്. നമുക്ക് ഇടയ്ക്ക് കൂടാം. ചത്താൽ നമ്മൾ ബാരോണിക്സിനെ എടുക്കും, അത് ഉറപ്പാണ്. നമുക്ക് ഈ ഏരിയ കുറച്ച് നേരത്തേക്ക് ഓക്കെ നമ്മുടെ എല്ലാം ഓക്കെ, സ്റ്റാമിന എല്ലാം ഓക്കെ, കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോയി. ഇവിടുന്ന് ചത്താൽ പിന്നെ അടുത്ത ഏരിയയിലോട്ട് പോകാമല്ലോ. നമുക്ക് ജസ്റ്റ് എല്ലാവരെയും വെറുതെ ഒന്ന് ചൊറഞ്ഞിട്ട് പോവാം. നമുക്കല്ല മണി കിട്ടി. അയ്യോ വെള്ളത്തിലുള്ള ഡിനോസോർ നമ്മളെ അടിക്കാൻ നോക്കും. നമ്മളുടെ ഇത് ഹെൽത്ത് പോയി. ഇതൊരു സാരമില്ല, നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. ഇവിടെ ആരും വന്ന് ആക്രമിക്കത്തില്ല. ആക്രമിക്കാൻ വന്ന് നമുക്ക് ഉടനെ എണീറ്റിട്ട് അവനെ അറ്റാക്ക് ചെയ്യാം. ആരും കാണാനില്ല, സേഫ്റ്റിയാണ്. ഇവിടെ എല്ലാവരും അടി പിടിച്ചിട്ട് റെസ്റ്റ് ചെയ്യാം. ചിലർ ഇപ്പോഴും അടിയില്ല. ഓക്കെ നമ്മുടെ ഹെൽത്ത് ഓക്കെ, സ്റ്റാമിന ഓക്കെ. ഇവിടെ അടുത്താൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്നാ അടിപൊളി പണി, എന്നെ ശരിയാക്കാനാണ് അവൻ്റെ പണി. നമ്മളെ ഒരാൾ വന്ന് കൊന്നു. സാരമില്ല, നമുക്കെന്തായാലും ഇനി ബാരോണിക്സിനെ എടുക്കാം. ഓക്കെ നമ്മൾ പക്ഷെ ബാരോണിക്സിനെ എടുത്തില്ല, കാരണം നമ്മൾ തൽക്കാലം ഇവൻ്റെ റെഡ് കളർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ഡൈനോനൈറ്റസിൻ്റെ. അപ്പോൾ ഇവനാണ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സ് ഒരാൾ പറയുന്നുണ്ട്, അവർക്ക് കൊടുത്ത് പ്ലേ ചെയ്യാം. ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ നമ്മൾ സെർവറിൽ എത്തുന്നു. ഓക്കെ എത്തി ഫസ്റ്റ് തന്നെ ആകാശത്ത് നിൽക്കുമത്. നമ്മുടെ ഫ്രണ്ട് അടുത്തുണ്ട്. പെട്ടെന്ന് അവൻ്റെ അടി അയ്യോ പോലെ സ്ഥലം തിരിഞ്ഞു പോയി. ഓക്കെ നമുക്ക് ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് പോവാം. അവനൊരു മറ്റു ടൈപ്പ് ഡിനോസറാണ്. ഏതാ മറ്റേ പച്ചക്കറി തിന്നുന്ന മറ്റേ അത് തന്നെ. നമുക്ക് ഈ റിവർ ക്രോസ് ചെയ്യാം. അടുത്ത് അവൻ തന്നെയാണുള്ളത്. അവനാണ് അവൻ പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? എന്നെ കൂടെ വിളിച്ചോണ്ട് പോകും. അവനെ ആരാണ്ട് അറ്റാക്ക് ശ്രമിക്കുന്നുണ്ട്. നമുക്കെന്തായാലും അവനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൻ നമ്മളെ ചിലപ്പോൾ അറിയാതെ വല്ലതും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അവൻ്റെ പാച്ചല അയ്യോ ഇവിടെ മറ്റേ മുതലുണ്ട്. നമ്മുടെ കാര്യം കഴിയുമെന്ന് ഉറപ്പായി. ഈ മുതലേക്ക് നമുക്ക് 2 പണി കൊടുത്താലായിരുന്നു. നമ്മൾ മുതല നമ്മുടെ പണിയാണ്. നമ്മുടെ കൂട്ടുകാരൻ അവൻ കില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂട്ടുകാരൻ നല്ല ഡാമേജ് അവനും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ ഈ ഒരു ഡേഞ്ചറസ് ആണ് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. നമുക്ക് പക്ഷേ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇത്തിരി ഫുഡ് വേണം.
നമ്മളുടെ ഈ കളറാണ് എഴുതിയത്, റെഡ് കളർ. എങ്ങനെയുണ്ട്? ഓക്കെ, നമുക്ക് ഏരിയ അത്ര സേഫ് അല്ല. ഓനോ കയറി എങ്ങനെയാണ് വിരുത്തി. ഇവരുടെ അടുത്ത് പോയാൽ നമ്മുടെ കാര്യമൊക്കെ ഒരുമാതിരിയാവും. ഓക്കെ, നമുക്ക് ഇവൻ്റെ അടുത്ത് പോയാലോ? എന്തി അവന്? അയ്യോ, അവനെന്തിയേ? അവൻ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, അവൻ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ആണ്ട പോകുന്നു. എന്തായാലും നമുക്ക് ഈ നമ്മുടെ ഡേ നൈറ്റ്സ് എത്ര നാൾ ജീവിച്ചിരിക്കുന്നതെന്ന് അറിയുന്നത്. എന്നാലും അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് പോവാം. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ വഴി. എന്നുവെച്ചാൽ അവൻ്റെ ഒരു കൂട്ടാളി എനിക്കാണ്. അവൻ നമ്മളെക്കാളും സ്പീഡിലൊക്കെ നല്ലപോലെ പോകുന്നുണ്ട്. അയ്യോ, കുഴി പോയാൽ പിന്നെ ഒന്നുമില്ല. ഇവിടെ ഈ ഡിനോസറൊക്കെ ഉണ്ടായിരുന്നോ? വലിയ ഡിനോസർ. ആരാണ് നമ്മുടെ കൂട്ടുകാരൻ? അല്ല, നമ്മുടെ സ്വന്തം ഫ്രണ്ട് നമ്മുടെ വർഗത്തിൽപ്പെട്ടവനെ കൊന്നു. കാരണം അവൻ നമ്മുടെ ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നത്. അയ്യോ, നമ്മൾ അവൻ്റെ അടുത്തൊന്ന് വിട്ടുപോയി. ഡേഞ്ചറസ് ഏരിയ. പെട്ടെന്ന് അങ്ങോട്ട് പോവാം. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ അതിൽ പോയെന്ന് അർത്ഥമാണ്. ഓക്കെ, നമ്മുടെ കൂട്ടുകാരൻ ഇവിടോട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് പോവാം. അവൻ്റെ അടുത്തോട്ട് തന്നെ നമ്മൾ എത്തുന്നു. ഓക്കെ, എത്തിയിരിക്കുന്നു. അയ്യോ, കയറി. അവനെന്ത് ചെയ്യും? നീ എവിടെയാടാ? നമുക്കാണെങ്കിൽ റെസ്റ്റ് എടുക്കണം. അതാണ്ട് അവന്. ഓക്കെ, നമുക്ക് ഇവരെ വിട്ട് പോയാലോ? ഏതാണോ എന്തിയാണെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മൾ വെച്ച റെസ്റ്റിങ്ങിനാണ്. നമ്മളിപ്പം വളരെ കുഞ്ഞാണ്. നമുക്ക് ഫുഡ് ഇപ്പം വേണം. ഇവിടെ മുട്ടയായിരുന്നു ഇവൻ്റെ. ഓക്കെ, നമുക്കെന്തായാലും ഇവൻ്റെ മുട്ട തന്നെ. ഇവിടെ എല്ലാവരും ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ. ഇവിടെ എന്താ നടക്കുന്നത്? അവനെ കൊന്നു. നമ്മുടെ വർഗത്തിൽപ്പെട്ട തന്നെ ഒരുവനെ. നമ്മുടെ കൂട്ടുകാർ ഇങ്ങോട്ടാണ് പോയി. നമുക്കിവിടെ കയറാൻ പറ്റില്ല. അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അയ്യോ, അവൻ്റെ കൂട്ടുകാരെ അറിഞ്ഞില്ല. മറ്റവനാണെന്ന് വിചാരിച്ചു. അതിൽ നമ്മുടെ എന്ത് കഷ്ടമായിരുന്നു. അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ പിന്നെയും തിരിച്ചു വന്നു. പിന്നെയും അടുത്ത കൂട്ടുകാരൻ്റെ അടുത്ത് കളിക്കാൻ പോകണം. നമുക്ക് ബാരോണിക്സിനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം ബാരോണിക്സിനെ. അതുകൊണ്ട് നേരത്തെ കണ്ട ബാരോണിക്സ് അല്ലേ? ഓക്കെ, ബാരോണിക്സ്. ഓക്കെ, നമുക്കിനി ഈ ബാരോണിക്സിനെ വെച്ച് കളിക്കാം. ഇതാണ് നമ്മുടെ ബാരോണിക്സ്. ഇവൻ്റെ മെയിൻ കഴിവ് വാട്ടറിലാണ്. നമുക്കെന്തായാലും നമ്മുടെ പ്രയത്നം തുടങ്ങാം. ഇതോടെ നമ്മുടെ വീട് തീരാൻ പോവാണ്. ഇവനാണ് ബാരോണിക്സ്. ഇവൻ്റെ ശബ്ദം അറ്റാക്ക്. ഓടിക്കോടെ ഭാര്യോ. അവന് നമ്മളെ കൊന്നു. ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിഞ്ഞിരിക്കുന്നു.